ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മട്ടൺ റോസ്റ്റാണ്. അതിനായിട്ട് ആദ്യം മട്ടൺ റോസ്റ്റിന് വേണ്ടിയുള്ള മസാലകൾ വറുത്തെടുത്ത് അത് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കണം. ഇതുപോലെ മസാലകൾ വറുത്തരച്ച് മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല കിടിലൻ ടേസ്റ്റാണ്. ഞാനിവിടെ 2 സ്പൂണ് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 6 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 4 ഏലക്കായും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പട്ടയും. ഇനി വേണ്ടത് ഒരു 4 ഗ്രാമ്പും. ഇതിലോട്ട് ഇനി 1/2 സ്പൂണ് പെൻജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗമ്മേൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് വറുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇത് നല്ലൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മട്ടൺ റോസ്റ്റാണ്. അപ്പോൾ മല്ലി വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുത്താൽ മതി, അധികം വറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു മിക്സീൻ്റെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. മസാലകളൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മട്ടൺ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മട്ടനൊക്കെ പാൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു വലിയ പീസ് എല്ലും ഉണ്ട്. എല്ല് കറിയിൽ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്യാനൊന്നും ചെയ്യാതെ അങ്ങ് ഇട്ട് കൊടുത്താണ്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ മസാലകൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്ക്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ടനും ബീഫൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഉലുവ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നേരത്തെ മസാല അരച്ചെടുത്ത മിക്സീൻ്റെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മൂടി കൊണ്ട് അടച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇത് കുറച്ച് സമയമായി കുക്കാന്ന്. ഇനി ഇത് മട്ടൺ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. മട്ടൺ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം.
ഞാനിവിടെ 1 സ്പൂണ് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കുരുമുളക്. കാരണം വേറെ മുളക് പൊടിയൊന്നും ഇതിലോട്ട് ചേർത്തിട്ടില്ലല്ലോ, 6 വറ്റൽ മുളകാണല്ലോ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൻ്റെ ഹോൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ മട്ടൻ റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു പച്ചരീൻ്റെ പലഹാരം ഉണ്ടാക്കിയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ലിങ്ക്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.